ഹായ്, മണ്ഡല മദേഴ്സ് എന്നൊരു ഹിന്ദി വെബ് സീരീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മാനൻ റാവത്ത് ആൻഡ് ഗോപി പുത്രനാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നെറ്റ്ഫ്ലിക്സിലെ പുതിയ ഒരു വെബ് സീരീസാണ്. ക്രൈം ത്രില്ലർ പ്ലസ് മിസ്റ്ററി സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു സീരീസാണിത്. പക്ഷേ മുന്നോട്ട് പോകുന്തോറും നിറം മങ്ങിയതായി തോന്നുന്ന ഒരു ഡെറിവേറ്റീവ് ത്രില്ലറായിട്ടാണ് ഈ സീരീസ് എനിക്ക് ഫീൽ ചെയ്തത്. ഉത്തർപ്രദേശിലെ ഒരു നഗരമാണ് ചരൺദാസ്പൂർ. ചരൺദാസ്പൂരിൽ ജനിച്ച് വളർന്ന ഒരാളാണ് വിക്രം സിംഗ്. വിക്രം സിംഗ് ആണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഈ വിക്രം സിംഗ് ഡൽഹി പോലീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. വിക്രം സിംഗിൻ്റെ അമ്മയെ ചെറുപ്പത്തിലെ മിസ്സിംഗ് ആകുന്നു. ചെറുപ്പത്തിൽ മിസ്സിംഗായ തൻ്റെ അമ്മയെ അന്വേഷിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി വിക്രം സിംഗ് ഇറങ്ങി പുറപ്പെടുന്നു. ആ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമായ രീതിയിൽ ഒരു കൊലപാതകം നടക്കുന്നു. ഈ കൊലപാതകവും തൻ്റെ അമ്മയുടെ മിസ്സിങ്ങുമായി എന്തോ കണക്ഷൻ ഉള്ളതായി വിക്രം സിംഗിൻ്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടാകുന്നു. അതിൻ്റെ അന്വേഷണവുമായി വിക്രം സിംഗ് മുന്നോട്ട് പോകുന്നതൊക്കെയാണ് ഈ സീരീസിലുടനീളം പറഞ്ഞിരിക്കുന്നത്. ജിമ്മി ഖാൻ എന്നൊരു കഥാപാത്രം ഈ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പുസ്തകം ഉറക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ആ പുസ്തകം വായിക്കുന്ന ആ സീനൊക്കെ പ്രേക്ഷകന് വളരെ അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ തന്നെ അച്ഛനപ്പന്മാരുടെ കഥയൊക്കെയാണ് പുള്ളി വായിക്കുന്നത്. അപ്പോൾ ഓരോന്ന് വായിച്ചിട്ട് ഇത് എൻ്റെ അച്ഛനല്ലേ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പനല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ബോറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അയാൾ അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്രമോദ് എന്നൊരു കഥാപാത്രം, പുള്ളിയെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് കോമഡി ചെയ്യാനെന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ പുള്ളി ചെയ്യുന്ന കോമഡി എല്ലാം വെറുതെ ഓരോ കോപ്രായങ്ങളായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരു അപകടമോ അല്ലെങ്കിൽ അയാൾക്ക് വരുന്ന ഒരു ദുഃഖമോ ഒന്നും പ്രേക്ഷകന് ഒരു സെൻറ്റിമെൻറ്റ്സും അയാളോട് തോന്നിക്കുന്നില്ല. അതങ്ങനെ കുറച്ച് ഓവറായിട്ട് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പഴയ സീരിയലൊക്കെ കാണുന്ന ഒരു ഫീലിംഗാണ് ഇതിൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ കേട്ടപ്പോൾ തോന്നിയത്. ക്ലൈമാക്സിനോടടുത്ത് ഒരു ഫൈറ്റൊക്കെ ഇവർ ഗംഭീരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സയൻസും ബ്ലാക്ക് മാജിക്കും ഒക്കെ ചേർത്ത് അതിനെ കൊഴുപ്പിക്കാൻ നോക്കിയപ്പോഴും അവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു പരാജയമായി തോന്നി. പല സീനും അവർ ആർട്ടിഫിഷ്യലി ചെയ്തിരിക്കുന്നതാണ്, സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്ലോട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ അണിയറ പ്രവർത്തകർ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. ഒരു ഇമോഷണൽ കണക്ഷൻസും ഇല്ലാതെ വെറുതെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വെറുതെ സമയം പോകാൻ കാണാമെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.